വിവിധ കാരണങ്ങളാൽ പാകിസ്ഥാനിൽ പോയി ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെട്ട 21 പേരാണ് മലപ്പുറത്തുള്ളത്. ഇന്ത്യൻ പൗരത്വത്തിനായി ഇപ്പോഴും നിയമപോരാട്ടം തുടരുന്നവരാണ് 70-നും 85-നും മധ്യേ പ്രായമുള്ളവർ. ഇവരിലെ ഭൂരിഭാഗവും ഈ പ്രായക്കാരുമാണ്. മലപ്പുറം ജില്ലയിലെ കുണ്ടൂർ, മുന്നിയൂർ, തിരൂർ, തിരുനാവായ മേഖലയിലാണ് ഭൂരിഭാഗം പേരും. ആദ്യകാലങ്ങളിൽ മലപ്പുറം ജില്ലയിൽ 400ഓളം പാക് പൗരന്മാരുണ്ടായിരുന്നു. മറ്റുള്ളവരെല്ലാം ഇതിനോടകം മരണപ്പെടുകയും ചെയ്തു. ഇവരുടെ മക്കളും ബന്ധുക്കളുമെല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. ബന്ധുക്കൾക്കൊപ്പം താമസിക്കുന്നതിന് താൽക്കാലിക വിസ പെർമിറ്റ് വാങ്ങുകയും പിന്നീട് ഇവ പുതുക്കുകയും ചെയ്താണ് പാക് പൗരത്വത്തോടെ പലരും കേരളത്തിൽ കഴിയുന്നത്. ഓരോ വർഷവും സ്പെഷ്യൽ ബ്രാഞ്ച് ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. തിരൂരങ്ങാടി, കുണ്ടൂർ, വളാഞ്ചേരി, പൊന്നാനി, തിരൂർ മേഖലയിലാണ് പാക് പൗരന്മാർ ഭൂരിഭാഗവും. ജോലിക്കായി ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തിയവരാണ് ഇവരിൽ കൂടുതലും. പാക് പൗരന്മാരിൽ ഒരാളായിരുന്ന നിലവിൽ മരണപ്പെട്ട കുണ്ടൂർ സ്വദേശി അബൂബക്കറിന്റെ കഥ മകൻ പറയുന്നത് ഇങ്ങനെയാണ്. ദുബായിലേക്കെന്ന് പറഞ്ഞാണ് ഒരു സംഘം ബാപ്പയെ ലോഞ്ചിൽ കൊണ്ടുപോയത്. തുടർന്ന് കറാച്ചിയിൽ ഇറക്കി. എത്തിപ്പെട്ടത് പാകിസ്ഥാനാണെന്നും മനസ്സിലായത് തന്നെ വൈകിയാണ്. പിന്നീട് ഇന്ത്യയിലേക്ക് പോരാൻ പാസ്പോർട്ട് വേണമെന്ന നിയമം വന്നു. കാര്യമായ അക്ഷരാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന ബാപ്പ അവിടുത്തെ ഏജന്റ് മുഖേന പാകിസ്ഥാൻ പാസ്പോർട്ടുണ്ടാക്കി. ആ പാസ്പോർട്ടിലാണ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇതോടെ പാക് പൗരനെന്ന മുദ്ര കുത്തപ്പെട്ടു. വിഭജനത്തെപ്പറ്റി കാര്യമായൊന്നും അറിയില്ലായിരുന്നെന്നും പാകിസ്ഥാനിൽ 1.5 വർഷത്തോളം ഹോട്ടൽ ജോലിയിലായിരുന്നുവെന്നുമാണ് അബൂബക്കർ ഹാജി മക്കളോട് പറഞ്ഞത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്ത്യൻ പൗരത്വം കിട്ടിയിട്ട് മരിക്കണമെന്ന ആഗ്രഹം ബാക്കിയായാണ് അദ്ദേഹം യാത്രയായത്. കുണ്ടൂരിലെ മറ്റൊരു പാക് പൗരനായ തിലായിൽ അബുവിന് പറയാനുള്ളതും ഏതാണ്ട് സമാന കഥയായിരുന്നു. പാകിസ്ഥാനിൽ ജോലിക്കാരനായിരുന്ന ജ്യേഷ്ഠൻ തിലായിൽ മുഹമ്മദിനെ തേടിയാണ് അബു പാകിസ്ഥാനിലെത്തിയത്. തിരിച്ചു പോരാൻ പാസ്പോർട്ട് വേണമെന്ന നിയമം കുരുക്കായി. പാസ്പോർട്ട് എടുത്തു വന്നപ്പോൾ ഇന്ത്യൻ പൗരനല്ലാതായി. 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് വന്നതോടെയാണ് പാകിസ്ഥാനിൽ ജോലിക്ക് പോയ പലർക്കും ഇന്ത്യൻ പൗരത്വം നഷ്ടമായതെന്നും ഇവർ പറയുന്നുണ്ട്. അതിനിടെ രാജ്യത്തെ പാക് പൗരന്മാരുടെ സ്വത്തുവകകളുടെ ഉടമസ്ഥാവകാശം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന എനിമി പ്രോപ്പർട്ടി കസ്റ്റോഡിയനിൽ നിക്ഷിപ്തമാക്കി മുൻകാല പ്രാബല്യത്തോടെ കഴിഞ്ഞ വർഷം കേന്ദ്ര ഉത്തരവിറങ്ങിയിരുന്നു. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലായി പാകിസ്ഥാൻ പൗരന്മാരുടെ പേരിൽ ഏക്കർ കണക്കിന് സ്വത്തുവകകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ഇത്. പിന്നീട് വന്ന അനുബന്ധമായ റിപ്പോർട്ടും. അതേസമയം നിലവിൽ താൽക്കാലിക വിസയെടുത്ത് താമസിക്കുന്ന പാക് പൗരർ ആരും നിലവിൽ മലപ്പുറം ജില്ലയിലില്ല. താൽക്കാലിക വിസയിൽ വളാഞ്ചേരിയിൽ താമസിച്ചിരുന്ന പാക് പൗരത്വമുള്ള വനിത കഴിഞ്ഞ ദിവസം സൗദിയിലേക്ക് മടങ്ങിയതായി പോലീസ് പറഞ്ഞു. താൽക്കാലിക വിസയിൽ സംസ്ഥാനത്ത് കഴിയുന്ന പാകിസ്ഥാൻ പൗരന്മാർ ചൊവ്വാഴ്ചക്കകം തിരികെ മടങ്ങണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. കേന്ദ്ര നിർദ്ദേശപ്രകാരം പോലീസ് നോട്ടീസ് അയക്കുന്നതിന് മുൻപേ തന്നെ വളാഞ്ചേരിയിൽ താമസിച്ചിരുന്ന പാക് പൗര ഇന്ത്യ വിട്ടിരുന്നു. വളാഞ്ചേരി സ്വദേശിയായ ഭർത്താവിൻ്റെ കുടുംബത്തോടൊപ്പം താമസിക്കാനായിരുന്നു ഇവർ ജില്ലയിലെത്തിയത്. നിലവിൽ ദീർഘകാല വിസയിൽ താമസിക്കുന്നവർ രാജ്യം വിടേണ്ടതില്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. അതേസമയം ചികിത്സക്ക് വന്നവരടക്കം 104 പാകിസ്ഥാനികളാണ് സംസ്ഥാനത്തുള്ളത്. ദീർഘകാല വിസയുള്ള 45 പേരും 55 പേർ വിസിറ്റിംഗ് വിസയിലും 3 പേർ ചികിത്സക്കും എത്തിയവരാണ്. അനധികൃതമായി രാജ്യത്തെത്തിയ ഒരാൾ ജയിലിലുമാണ്. ഇവരിൽ നോട്ടീസ് ലഭിച്ച പലരും മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പാക് പൗരന്മാരുള്ളത് കണ്ണൂരിലാണ്. 71 പേരാണ് ഇവിടെയുള്ളത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.